സർവകലാശാലകളിൽ ഭരണസ്തംഭനം തുടരുന്നത് സർക്കാരിന് തിരിച്ചടിയാകുമെന്ന ആശങ്കയിൽ സിപിഎം. പ്രതിസന്ധി പരിഹരിക്കാനുള്ള വഴികൾ സിപിഎം തേടുകയാണ്. അതേസമയം കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് ഒഴിയാനുള്ള തീരുമാനത്തിൽ നിന്ന് മിനി കാപ്പൻ പിന്മാറി. അനിൽകുമാറും രജിസ്ട്രാറുടെ പദവിയിൽ തുടരുകയാണ്. കീം ഫലപ്രഖ്യാപനത്തിന് തിരിച്ചടിയുണ്ടാക്കിയ ജനരോഷം, സർവകലാശാലകളിൽ ഭരണസ്തംഭനം, സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാവുന്ന കണക്കുകൂട്ടൽ തിരിച്ചടിക്കുമെന്ന ആശങ്ക സിപിഎം നേതൃത്വത്തിൽ പ്രകടമായി തുടങ്ങി. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പ്രധാനമായി ചർച്ച ചെയ്തത് സർവകലാശാലകളിലെ പ്രതിസന്ധിയാണ്. SFIയുടെ സമരങ്ങളെ തള്ളിപ്പറയില്ല, എന്നാൽ അത് പൊതുജനങ്ങളിൽ അത്ര മതിപ്പുണ്ടാക്കുന്നില്ലെന്ന് നേതാക്കൾ വിലയിരുത്തുന്നു. പ്രത്യേകിച്ചും സർവകലാശാലകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകുമ്പോൾ സംഘപരിവാർ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. BJP നേതാക്കൾ രാജ്ഭവനെ ഇടപെടുത്തി രാഷ്ട്രീയം കളിക്കുകയാണ്. എങ്കിലും സർവകലാശാലകൾ ഈ വിധം പോകുന്നത് ഗുണം ചെയ്യില്ലെന്ന ചർച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായി. നിയമ വഴി തേടാമെങ്കിലും അത് കാലതാമസമുണ്ടാക്കും. അതുകൊണ്ടാണ് മറുവഴി അന്വേഷിക്കുന്നത്. ഗവർണറുമായി അനുനയത്തിലുള്ള മാർഗങ്ങളും സർക്കാർ തേടിയേക്കും. കേരളയിൽ മാത്രമല്ല, സാങ്കേതിക സർവകലാശാലയിലും കുസാറ്റിലും കാലിക്കറ്റിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. സിൻഡിക്കേറ്റുകളുടെ പ്രവർത്തനം ശരിയായ ദിശയിലല്ലെന്ന വിലയിരുത്തലുകളുമുണ്ട്. മുഖ്യമന്ത്രി ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം സിപിഎം വിശദമായ ചർച്ചകളിലേക്ക് കടക്കും. കേരള സർവകലാശാലയിൽ VC നൽകിയ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കാനില്ലെന്ന തീരുമാനത്തിൽ നിന്ന് മിനി കാപ്പൻ പിന്മാറി. മോഹനൻ കുന്നുമ്മൽ തിങ്കളാഴ്ച സർവകലാശാല ആസ്ഥാനത്തെത്തും. സിൻഡിക്കേറ്റിന്റെ പിന്തുണയോടെ അനിൽകുമാറും രജിസ്ട്രാർ സ്ഥാനത്ത് തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.